ഏറ്റവും അധികം വൈഫ് ക്രിട്ടിസൈസ് ചെയ്യാറുള്ള ഒരു കാര്യം എന്താണ്? അതായത് ഇപ്പൊ എക്സ്പ്രഷൻ വരുന്നില്ലെന്നാണോ, കഥാപാത്രം തിരഞ്ഞെടുക്കുന്നത് ശരിയല്ലെന്നാണോ, കഥ തിരഞ്ഞെടുക്കുന്നത് ശരിയല്ലെന്നാണോ, എന്താണ് ഏറ്റവും അധികം കേട്ടത്? ഇതെല്ലാം പറയായിരുന്നു പണ്ട്. ഇപ്പം കുറെ നാളായിട്ട് പറയുന്നില്ല. എന്ന് വെച്ചാൽ ഞാനൊരു അവസരം കൊടുക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ പണ്ട് ഞാൻ ഒരുപാട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ അവസരം കൊടുത്തിരുന്നു. വെച്ചാല് ഇപ്പം എനിക്കും വേണ്ടിയിരുന്നത് എക്സ്പീരിയൻസ് ആണ് അഭിനയിച്ചിട്ടുള്ള. ഞാനൊരു ബോൺ നടനൊന്നുമല്ല. അപ്പൊ അത് കാരണം ഞാൻ വരുന്ന സിനിമകളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി നമ്മൾ ഇത് സേഫ് ആവണമല്ലോ, അപ്പൊ അതിനുവേണ്ടി ചെയ്തിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയലോഗ് പറയുക എന്നുള്ളത് മാത്രം ആയിരുന്നു എൻ്റെ ലക്ഷ്യം. അത് അവിടെ എക്സ്പ്രഷൻ എന്താണ് സംവിധായകൻ പറയുന്നത്, ഇതൊരു സീൻ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയല്ല. ഡയറക്ടറോട് ഞാൻ ചോദിക്കുക, ഇത് ചിരിച്ചുകൊണ്ടാണോ പറയേണ്ടത്, ചിരിക്കേണ്ടാണോ പറയേണ്ടത്, ഈ രീതിയായിരുന്നു എൻ്റെ. നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സൈജു ഒരു കാര്യം ചെയ്ത് കരിയറായിട്ട് സൈജു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിങ് ക്ലാസ്സിൽ പോയിട്ട് അഭിനയം പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുമ്പോ ചേട്ടന് ഉള്ളിനുള്ളിൽ ദേഷ്യം വരാറുണ്ടോ, അതോ പ്രകടിപ്പിക്കാറുണ്ടോ? ഇപ്പൊ നമ്മള് അന്നല്ലേ ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ നല്ല എനിക്ക് ദേഷ്യം വന്നാൽ പ്രകടിപ്പിക്കാറുണ്ട്. അല്ല, ദേഷ്യം ഈ കാര്യത്തിൽ അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ല, പക്ഷെ പല കാര്യത്തിലും പ്രകടിപ്പിക്കാറുണ്ട്.